ഹലോ മക്കളെ, നമ്മുടെ 10th CBSE എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ വെക്കേഷനൊക്കെ ആഘോഷിച്ചിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ റിസൾട്ട് വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതെ, ബയോളജി സയൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രീം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഇതുവരെ പഠിച്ച ബയോളജിയും 11th ലും 12th ലും പഠിക്കാൻ പോകുന്ന ബയോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ന്യൂ ഇൻ ബയോളജി? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സയൻസ് എന്ന ഒരൊറ്റ സ്ട്രീമിലാണ് 10th വരെ പഠിച്ചിട്ടുള്ളത് അല്ലേ? ബയോളജി എന്ന് മാത്രം സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം നടത്തിയിട്ടില്ല. ചിലപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ അങ്ങനെ ആയിരിക്കും ടീച്ചേഴ്സ് ക്ലാസ് എടുത്തിട്ടുണ്ടാകുക. ബട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തന്നെയായിരുന്നു സയൻസ്. അതിനകത്ത് തന്നെയാണ് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിച്ചത്. ഏകദേശം 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു നിങ്ങൾക്ക് 10th നിങ്ങൾക്ക് ബയോളജിയിൽ പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഏകദേശം അതിന്റെ 4 times ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് 11th നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. 19 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ബയോളജി സയൻസിലെ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള ക്ലാസ് 11ൽ പഠിക്കാനുള്ളത്. അത് തന്നെ ഒരു വലിയ മാറ്റമാണ്. ഇത്രയും ഡെപ്തിൽ നിങ്ങൾ ബയോളജി പഠിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ്, അത് പഠിക്കാനാണല്ലോ നമ്മൾ ബയോളജി സയൻസ് എടുക്കുന്നത്. അപ്പോൾ ബയോളജിയിൽ അത്രയധികം ചാപ്റ്റേഴ്സും ഉണ്ട്. അതുപോലെ മറ്റൊരു വലിയ വ്യത്യാസം, നിങ്ങൾ ഇതുവരെ ബോട്ടണി സുവോളജി അങ്ങനെ രണ്ടായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ 11th തൊട്ട് നമ്മൾ പഠിക്കുന്നത് ബോട്ടണി എന്നും സുവോളജി എന്നും പറയുന്ന 2 സെക്ഷൻ ആയിട്ടായിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്ന് തന്നെയാണ്, ബട്ട് നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് പോയാലും ഒക്കെ ഈ ഒരു ഡിഫറൻസിയേഷൻ കാണാൻ സാധിക്കും, ബോട്ടണി എന്നും സുവോളജി എന്നും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബോട്ടണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ് ആൻഡ് സുവോളജി ഡീലിംഗ് വിത്ത് ആനിമൽസ്. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇനി CBSE വെച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 11th എന്ന് പറയുന്നത് ബോർഡ് എക്സാം അല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂൾ എക്സാം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. അതേസമയം 12th വരുമ്പോൾ നിങ്ങൾക്ക് 13 ചാപ്റ്റേഴ്സ് ആണ് ഓൾ ടുഗദർ. ബോട്ടണിയിൽ 5 ചാപ്റ്റേഴ്സും 8 ചാപ്റ്റേഴ്സ് ഫ്രം സുവോളജി. സോ ടുഗദർ 13 ചാപ്റ്റേഴ്സ്, 13 ചാപ്റ്ററുകളാണ് നിങ്ങൾക്കുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ബോർഡ് എക്സാം. അപ്പോൾ പിന്നെ 11th ഉഴപ്പാം, അല്ലെങ്കിൽ നമുക്കങ്ങ് നിസ്സാരമാക്കി കളയാം എന്നൊന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് 11th ലും 12th ലും ഈക്വൽ വെയിറ്റേജ് ആണ് ഇനി വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകൾ. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന നീറ്റ് ആയാലും CUT എൻട്രൻസ് ആയാലും ഒക്കെ അതിലെല്ലാം തന്നെ ഈ പറയുന്ന ബയോളജിക്ക് 11th നും 12th നും ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത്. CUTക്ക് ചെറിയ വ്യത്യാസമുണ്ട്, എന്നാൽ പോലും നീറ്റിനെ നമ്മൾ കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ +1 ഉം +2 ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പോൾ ക്ലാസ് 11, 12 ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഉഴപ്പിക്കളയാം എന്ന് വിചാരിക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ ബയോളജിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡയഗ്രാംസ് പഠിക്കാൻ ഈ വർഷമുണ്ട്. അതുപോലെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ടെർമിനോളജീസും ഒരുപാട് സയന്റിഫിക് നെയിംസും ഈ വർഷം നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓഫ് കോഴ്സ് തുടക്കത്തിൽ ഒരു ചെറിയ പ്രയാസം നമുക്ക് ഫീൽ ചെയ്യാം, അയ്യോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ പോകെ അത് ഓക്കെ ആകും. കേട്ട് നിങ്ങളത് പഠിക്കും. ഈസി തന്നെയാണ് +1ലെയും +2ലെയും ബയോളജി എന്ന് പറയുന്നത്. സോ നിങ്ങൾ ബയോളജി എടുക്കുന്നത് ഒരു വലിയ ഡിസിഷൻ തന്നെയാണ്. കാരണം ഫ്യൂച്ചറിൽ ആർക്കും പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും പലർക്കും ഇപ്പോൾ കൊമേഴ്സുകാർക്ക് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാർ എടുക്കാൻ പറ്റുന്നത്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എടുക്കാൻ പറ്റുന്ന ഏത് മേഖലയിലേക്കും പോകാൻ പറ്റുന്ന ഒരൊറ്റ സ്ട്രീമേ ഉള്ളൂ, അത് ബയോളജി സയൻസ് ആണ്. ബയോളജി സയൻസുകാർക്ക് എല്ലാ വാതിലും തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബയോളജി സയൻസ് എടുക്കുക എന്നുള്ള ആ ബിഗ് ഡിസിഷൻ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല ടേണിംഗ് പോയിന്റുമായിരിക്കും. സോ ഇതൊക്കെയാണ് വരാൻ പോകുന്ന ബയോളജിയെ കുറിച്ചുള്ള ഒരു ഇൻട്രോ. ഇനി നമ്മുടെ മെയിൻ ആള് ഇനി നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ ബയോളജി പഠിക്കാൻ റെഡി ആണെങ്കിൽ ബയോളജി സയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം.